ഇനി ഓട്ടിസം ബാധിച്ച കുട്ടികൾക്ക് വേണ്ടി കെഎസ്ആർടിസിയിൽ നടത്തിയ ഒരു സ്നേഹയാത്രയിലേക്കാണ്. വൈക്കത്തെ കെഎസ്ആർടിസി ജീവനക്കാരും ബജറ്റ് ടൂറിസം യാത്രക്കാരും ചേർന്നാണ് കൊച്ചിയിലേക്ക് സൗജന്യമായിട്ട് സ്നേഹയാത്ര ഒരുക്കിയത്. ഹിൽ പാലസും മെട്രോയും മട്ടാഞ്ചേരിയും ഒക്കെ കണ്ട് ഒരു പകൽ നീണ്ട ഒരു സ്നേഹയാത്ര. യാത്രകൾ അസാധ്യമായി പോകുന്നവർക്കും യാത്ര ആസ്വാദികരമാക്കുക എന്ന സന്ദേശവുമായിരുന്നു കെഎസ്ആർടിസി ബജറ്റ് ടൂറിസം സെല്ലിന്റെ സ്നേഹയാത്ര. കെഎസ്ആർടിസിയുടെ ജില്ലയിലെ ആദ്യ സ്നേഹയാത്രയ്ക്കായി കുഞ്ഞുങ്ങളെ സ്വീകരിക്കാൻ സ്നേഹവണ്ടി ജീവനക്കാർ തന്നെ ഒരുക്കി. ഇടയാഴം തേജസ് സാൻസ്മിത സ്പെഷ്യൽ സ്കൂളിലെ 14 കുട്ടികൾക്കാണ് കെഎസ്ആർടിസിയുടെ ബജറ്റ് ടൂറിസം സ്നേഹയാത്രയൊരുക്കിയത്. രാവിലെ 7:30 കേക്ക് മുറിച്ച് മധുരം പങ്കുവച്ചു. പിന്നെ ഡബിൾ ബെൽ. കുട്ടികളുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് ഒപ്പം നിൽക്കാൻ കഴിയുന്ന ജീവനക്കാർക്കൊപ്പമായിരുന്നു കെഎസ്ആർടിസിയിലെ യാത്ര. കാഴ്ചകൾ കാണുന്ന സാധാരണ ആളുകൾക്കൊപ്പം ഓട്ടിസം ബാധിച്ച കുട്ടികളെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലെ വൈക്കം ഡിപ്പോ മുൻകൈയെടുത്ത് ഇത്തരത്തിൽ ഒരു ബഡ്ജറ്റ് ടൂറിസത്തിന്റെ ഭാഗമായി എറണാകുളത്തേക്ക് കൊച്ചിയുടെ ഹൃദയത്തിലേക്ക് ഒരു ട്രിപ്പ് നടത്തുന്നത്. ഹിൽ പാലസും വാട്ടർ മെട്രോയും മെട്രോ റെയിലും കയറിയിറങ്ങി മട്ടാഞ്ചേരി ജൂ സ്ട്രീറ്റും സിനഗോഗും കണ്ട് മനം നിറച്ചായിരുന്നു മടക്കം. കുട്ടികൾക്കൊപ്പം അധ്യാപകരും രക്ഷിതാക്കളും കെഎസ്ആർടിസി അധികൃതരും പങ്കെടുത്തു. കെഎസ്ആർടിസിയുടെ ബജറ്റ് ടൂറിസം സെല്ലിന്റെ ഭാഗമായി വൈക്കം ഡിപ്പോയിൽ നിന്നും നിരവധിയായ ട്രിപ്പുകളാണ് ഓപ്പറേറ്റ് ചെയ്തു വരുന്നത്. അതിന്റെ ഭാഗമായി ഇന്നിവിടെ ഈ മാനസിക വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികളെ അവരുടെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിന്റെ ഭാഗമായി വൈക്കം കെഎസ്ആർടിസി ബിടിസി കുടുംബവും കെഎസ്ആർടിസിയിലെ വൈക്കം യൂണിറ്റിലെ ജീവനക്കാരും ഒത്തുചേർന്ന് ഒരു സ്നേഹയാത്ര ഇവർക്കായിട്ട് സമ്മാനിക്കുകയാണ്. ബജറ്റ് ടൂറിസത്തിന്റെ കോട്ടയം ജില്ലയിലെ ആദ്യ സ്നേഹയാത്ര സൗജന്യമായി ഒരുക്കിയത് വൈക്കത്തെ കെഎസ്ആർടിസി ജീവനക്കാരും ബജറ്റ് ടൂറിസത്തിലെ പതിവ് യാത്രക്കാരിലെ സുമനസുകളും ചേർന്നാണ്. മനോരമ ന്യൂസ്, കോട്ടയം.